പിന്നെ ഇതിന്റെ സർവീസിംഗ് ആണ്. സർവീസ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് നിന്നാണ് ഫസ്റ്റ് സർവീസ്. ഹായ് ഫ്രണ്ട്സ്, ട്രാവലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വേണ്ടിയിട്ടുള്ളത് Meteor 350 യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ആയിട്ടാണ്. റിവ്യൂ പറയുമ്പോൾ എൻ്റെ കൂടെ ഷൈജു ആട്ടനുള്ളത്. ഷൈജു ആട്ടൻ നമ്മുടെ പയ്യന്നൂർ ഷാർജ പാലസ് റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ കൂടിയാണ്. നമുക്ക് നേരെ ഷൈജു ആട്ടനെ പരിചയപ്പെടാം. നമസ്കാരം, ഞാൻ ഷൈജു. ഞാൻ ഈ വണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 5 മാസമായി. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പുതുതായിട്ട് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഈ വണ്ടി 100% സെലക്ട് ചെയ്യാം. കാരണം അതുപോലെ തന്നെ ഈ 5 മാസം കൊണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഓൾറെഡി ഇതിനു മുന്നേ ഞാൻ റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ക്ലാസിക് 350യും സ്റ്റാൻഡേർഡ് 350 ഉപയോഗിച്ച ഒരാളാണ്. അതെ അതെ. മുമ്പേ ഈ റോയൽ എൻഫീൽഡിനോട് ഭയങ്കര ഒരു സ്നേഹമാണ്. അത്രയ്ക്കും ഒരു ആഗ്രഹമാണ് ഈ വണ്ടി ഓടിക്കണമെന്ന്. On the track, on my face to the back like I'm taking a slap. I need a drink, but it's straight from the tap. And I'm hating the slack, couple mans run around like they hate in the gaff. Please stop talking that trash, cause the vibes in the front all the way to the back. ഈ വണ്ടിയുടെ ഈ ഒരു മോഡലാണ് എനിക്ക് ആദ്യം തന്നെ ഇഷ്ടപ്പെട്ടത്. അതിന്റെ ഒരു കളറും അതുപോലെ തന്നെ ഇതിന്റെ ഒരു മോഡൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അതാണ് ഈ ഒരു വണ്ടി എടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം. പിന്നെ മറ്റ് റോയൽ എൻഫീൽഡിന്റെ വണ്ടിക്കുള്ള പോലത്തെയുള്ള ഒരു വൈബ്രേഷൻ ഇതിനകത്ത് ഇല്ല. അത് തന്നെയാണ് ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ്. ഇതിനകത്ത് നെഗറ്റീവായിട്ട് എനിക്ക് ആകെ തോന്നിയ ഒരു ചെറിയൊരു കാര്യം മാത്രം, എഞ്ചിൻ കുറച്ച് ഹീറ്റ് ആവുന്നെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയൊരു ഹീറ്റ് ഉണ്ട്. അതിപ്പം സെക്കൻഡ് സർവീസ് കഴിഞ്ഞാൽ ശരിയാവുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹീറ്റിംഗ് വരുന്നത് എത്രാമത്തെ ഗിയറിലാണ് നമുക്ക്? അങ്ങനെയല്ല, കുറച്ച് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എഞ്ചിൻ ചൂടാവുന്ന ടോപ്പ് ഗിയറിൽ പോയാലും ഏത് ഗിയറിൽ പോയി കഴിഞ്ഞാലും കുറച്ച് ഹീറ്റ് ഉണ്ട്. അതിപ്പോ ഒരു സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയർ ആവുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാനിത് വണ്ടി ബുക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ഈ വണ്ടി കണ്ട സമയത്ത് ടെസ്റ്റ് ഡ്രൈവിന് പോയി വണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യം ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത് ഈ സീറ്റ് ചെറുതായി പോയി എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. റൈഡിങ് സീറ്റ്. കാരണം നമ്മൾ കുറച്ച് ഹൈറ്റ് ഉള്ളത് കൊണ്ട് നോർമലായിട്ട് മറ്റ് റോയൽ എൻഫീൽഡിന്റെ വണ്ടീൻ്റെ അത്ര സീറ്റിംഗ് ഹൈറ്റ് ഇല്ല എന്നൊരു തോന്നല് വണ്ടി കണ്ടപ്പോൾ തോന്നി. പക്ഷെ അത് ഓടിച്ചു നോക്കിയപ്പോൾ കറക്റ്റ് കംഫർട്ടാണ്. നമുക്ക് ഹാൻഡിലായാലും കറക്റ്റ് സീറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അത്രയ്ക്ക് നല്ലൊരു, എത്ര ചെറിയ ഹൈറ്റ് കുറഞ്ഞ ആളും ഹൈറ്റ് കൂടിയ ആളായാലും സീറ്റിംഗ് വളരെ കംഫർട്ടാണ്. ഈ രണ്ട് കാറ്റഗറി പെടുന്നവർക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈറ്റ് കൂടിയ ആളാണെങ്കിലും ഹൈറ്റ് കുറഞ്ഞ ആളാണെങ്കിലും കറക്റ്റ് കംഫർട്ടായിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് Meteor 350. പിന്നെ ഇത് ഫയർബോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഇതിനകത്ത് ഈ ഒരു സംഭവം എക്സ്ട്രാ വെക്കുന്നതാണ്. പില്ലിയൻ ഗാബ്രയിൽ നമ്മൾ എക്സ്ട്രാ വെക്കുന്നതാണ്. ഇത് ഈ മോഡലില്ല, ഇതിന്റെ ടോപ്പ് മോഡലിലാണ് ഈ സാധനം ഉള്ളത്. കമ്പനിയിൽ തന്നെ കറക്റ്റ് ആയിട്ട് അവർ ഫിറ്റ് ആക്കി തന്നെയാണ്. എക്സ്ട്രാ പൈസ വാങ്ങിയിട്ടുണ്ട്. എക്സ്ട്രാ പൈസ ഉണ്ട്. അത് 2500 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അത് നമുക്ക് കറക്റ്റ് ഇപ്പം ലേഡീസ് ഒക്കെ ഇരിക്കുവാണെങ്കിൽ ഇതില്ലെങ്കിൽ ഒരു പ്രോബ്ലം ആണ്. ഇതുള്ളത് കൊണ്ട് കംഫർട്ടായിട്ട് അവർക്ക് ഇരിക്കാം. അതും നല്ല ഇതാണ്. നമ്മൾ സാധാരണ മറ്റ് റോയൽ എൻഫീൽഡിനെക്കാളും നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പെയിനും കാര്യങ്ങളൊന്നുമില്ല. അത് മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ബാക്ക് പെയിൻ ഉള്ളവർക്ക് ചില സ്കൂട്ടറും അല്ലെങ്കിൽ മറ്റ് സ്കൂട്ടി ടൈപ്പ് വാഹനം എടുക്കുന്നവർക്ക് ബാക്ക് പെയിൻ ഉണ്ടാവാറുണ്ട്. ഇത് കറക്റ്റ് ഹാൻഡ്ലിങ്, നമുക്ക് ആ പിടിക്കുമ്പോൾ തന്നെ അതിലിരിക്കുമ്പോൾ തന്നെ കറക്റ്റ് ഹാൻഡിൽ പൊസിഷൻ അടിപൊളിയാണ്. അത് അടിപൊളി ആയതുകൊണ്ട് ആ ഒരു വിഷയം ഉണ്ടാവാൻ സാധ്യതയില്ല. എനിക്കും ഞാൻ ഇപ്പം റൈഡ് ചെയ്ത് ഏകദേശം ഒരു 75 കിലോമീറ്ററാണ് ഒറ്റ ഒരു ട്രിപ്പ് പോയത്. അധികം ദൂരം പോയിട്ടില്ല. അപ്പോൾ ആ 75 കിലോമീറ്റർ പോയപ്പോൾ തന്നെ ഒരു മടുപ്പ് പോലും തോന്നിയിട്ടില്ല. നമുക്ക് ആ 75 കിലോമീറ്റർ എത്തിയത് പോലും അറിയാൻ പറ്റില്ല. നല്ല സ്മൂത്ത് ആയിട്ട് ഓടിക്കാൻ പറ്റും. അതെ അതെ, എൻ്റെ എക്സ്പീരിയൻസ് ആണ്. നമ്മളൊരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഇപ്പം കുറച്ച് തിരക്കായതുകൊണ്ട് ഇപ്പോൾ പോകാത്തത്. ഈ അടുത്ത സർവീസും കൂടി കഴിഞ്ഞിട്ട് ഒരു ലോങ് ട്രിപ്പ് പോയി കഴിഞ്ഞതിന് ശേഷം അതിന്റെ റിവ്യൂ കൂടി നമുക്ക് അപ്പം ഷൈജോട്ടിന് പറയാനുള്ള റൈഡർ സീറ്റും പില്ലിയൻ സീറ്റും അടിപൊളിയാണ്. അതെ, അടിപൊളിയാണ്. ഇതിന്റെ സീറ്റിംഗ് കംഫർട്ട് ഏകദേശം ഇതുപോലെയാണ് വരുന്നത്. ഈ ഒരു പൊസിഷൻ നമ്മൾ കുറച്ച് ഹൈറ്റ് ഉള്ള ആളാണെങ്കിലും ഈ ഒരു ഇതിൽ തന്നെ കറക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്. അതുപോലെ കാല് വെക്കുന്നത് ഒരു ക്രൂയിസ് മോഡൽ
നമുക്ക് നല്ല യാത്രകളെല്ലാം കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു മോഡലാന്ന് പറയാം. ഒരു മോഡലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കറക്റ്റ് നല്ലൊരു കംഫർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമ്മൾ ഈ പൊസിഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതെ അതെ. പിന്നെ ഇതിന്റെ എടുത്തു പറയേണ്ടത് നമ്മൾ ഫ്യൂൽ ഗേജ് ആണ്. പിന്നെ മറ്റ് റോയൽ എൻഫീൽഡിൽ നമുക്ക് അതിനകത്ത് പെട്രോൾ തീരാറായോ എന്ത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റില്ല. ഇതിനകത്ത് കറക്റ്റ് ഫ്യൂൽ ഗേജിൽ നമുക്ക് ഏകദേശം പെട്രോൾ എത്രയായെന്ന് അറിയാൻ പറ്റും. അതന്നെ ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ് മറ്റ് റോയൽ എൻഫീൽഡ് വണ്ടി അപേക്ഷിച്ച്. അതുപോലെ ഇതിനകത്ത് ടൈമിംഗ് ഉണ്ട്. അതുപോലെ ഗൂഗിൾ മാപ്പും അതിനകത്ത് വരുന്നുണ്ട്. അതും പുതിയൊരു ആപ്പ് വഴി കണക്ട് ചെയ്യാം. പിന്നെയുള്ളത് ഇതിന്റെ ഇൻഡിക്കേറ്റർ നമുക്ക് 4 ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഇൻഡിക്കേറ്റർ ഒന്നിച്ച് കത്തും. അതിപ്പം ഒരു പുതിയൊരു വണ്ടി കാണാനൊരു ലുക്കാണ്. നമ്മൾ മഴയത്തൊക്കെ പോവാണെങ്കിലും വളരെ ഉപകാരമുള്ളൊരു ഫീച്ചർ കൂടി. സാധാരണ എല്ലാവരും എക്സ്ട്രാ ഇലക്ട്രിക്കൽ ചെയ്യലാണ്. ഇതിനകത്ത് കമ്പനി തന്നെ അത് വരുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള വണ്ടിയുടെ ലൈറ്റിംഗ് ആണ്. ഇപ്പം നൈറ്റ് പോകണമെന്നുണ്ടെങ്കിലും നല്ല പവർഫുൾ ആയിട്ടുള്ള ഹെഡ് ലൈറ്റ് ആണ്. അതുപോലെ ഇത് ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ സൈഡിൽ നമുക്ക് LED ഒരു ഇത് കാണാം. അത് നല്ല ലുക്കാണ്. അതിപ്പം പകലായതുകൊണ്ടാണ് അത്രയും ഭംഗിയില്ലാത്തത്. രാത്രിയാണെങ്കിൽ അത് നല്ല ഭംഗിയായിരിക്കും. പിന്നെ റോയൽ എൻഫീൽഡിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പഴയ വണ്ടിയാണെങ്കിൽ കൂടി അതിന്റെ ഒരു സൗണ്ട് നമ്മളെ ഭയങ്കര ഒരു അട്രാക്ഷൻ ആണ്. അപ്പോൾ ഈ വണ്ടിയിൽ തന്നെ ഇതിന്റെ ഒരു സൗണ്ട് നമ്മൾ ആ ഒരു പഴയ ഒരു മോഡൽ വരുന്ന രീതിയിൽ നമുക്ക് സൈലൻസർ ഒന്നും ചേഞ്ച് ചെയ്യാതെ തന്നെ നല്ലൊരു സൗണ്ട്, അതായത് വളരെ ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടാക്കുന്ന സൗണ്ട് അല്ല, പക്ഷെ കേൾക്കാൻ നല്ലൊരു സുഖമുള്ളൊരു ഈണമുള്ള സൗണ്ടാണ്. ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. സ്റ്റാർട്ട് ആക്കുമ്പോൾ സൗണ്ടാണ്. ജസ്റ്റ് നല്ല ഒരു സുഖമുള്ളൊരു സൗണ്ട്. ഈ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ഹൈവേയിൽ ഓടിക്കുമ്പോൾ ഉള്ള അതേ ഒരു ഫീലിംഗ് തന്നെയാണ് ഓഫ് റോഡിൽ പോകുമ്പോൾ. കാരണം മെയിനായിട്ട് പറയുന്നത് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സ്ഥലത്ത് കുറച്ച് റോഡ് മോശം റോഡ്, അതായത് ഓഫ് റോഡ് പോലത്തെ റോഡിലേക്കൂടെയാണ് കുറച്ച് പോകേണ്ടത്. ആ ഒരു റോഡിലേക്ക് പോകുമ്പോഴും അതിൻ്റെ സസ്പെൻഷൻ നല്ല അടിപൊളിയാണ്. ഒന്നും ഒരു പ്രശ്നമില്ല. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓടിക്കാൻ പറ്റും. നല്ല കംഫർട്ടാണ് 100%. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. എല്ലാം നല്ല കംഫർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓഫ് റോഡ് പോകുമ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും ദൂര യാത്ര പോകുന്നുണ്ടെങ്കിൽ, ഒരു ഓഫ് റോഡ് യാത്രക്ക് പോകുന്നുണ്ടെങ്കിൽ 100% നമുക്ക് ഈ ഒരു വാഹനത്തിനെ വിശ്വസിക്കാം. പിന്നെ ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞത് ഇതിന്റെ ബ്രേക്കിംഗ് ആണ്. നമ്മൾ വാഹനം ഇതിന്റെ ഭംഗി കണ്ടിട്ട് മാത്രം എടുത്താൽ പോരാ, ഇതിന്റെ സേഫ്റ്റി കൂടി നോക്കണം. നമുക്ക് പെട്ടെന്നൊരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സഡൻ ബ്രേക്ക് ഇടേണ്ടി വന്നാൽ, എനിക്ക് ഓൾറെഡി അനുഭവം ഉള്ളതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. കറക്റ്റ് ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ നമ്മുടെ കയ്യിൽ തന്നെ വണ്ടി നിൽക്കും. സ്റ്റോപ്പിംഗ് അതുപോലത്തെ ഒരു ബ്രേക്കിംഗ് സിസ്റ്റമാണ്. പിന്നെ ഇതിന്റെ സർവീസ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് നിന്നാണ് ഫസ്റ്റ് സർവീസ് ചെയ്തത്. സർവീസ് നല്ല സർവീസാണ്. ഇപ്പം ആദ്യത്തെ ഫസ്റ്റ് സർവീസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ നല്ല ക്ലിയർ ആയിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സെക്കൻഡ് സർവീസ് അടുത്ത മാസമാണ്. അതിപ്പോൾ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാരണം ആദ്യത്തെ സർവീസിൽ അധികം പ്രോബ്ലംസോ കംപ്ലൈൻസോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഒന്നും ഉണ്ടായില്ല. എത്ര കിലോമീറ്റർ ഓടി? ഇപ്പം 2499 കിലോമീറ്റർ ആണ് ഇപ്പോൾ ഓടിയത്. ഞാൻ പറഞ്ഞില്ല, അധികം ലോങ് ഓടുന്നില്ല, അതുകൊണ്ടാണ് അത്ര കുറച്ച് ഡ്രൈവിംഗ് കാണിക്കുന്നത്. 2500 കിലോമീറ്റർ ഓടിയൊരു എക്സ്പീരിയൻസ് പറയാം അല്ലേ? ഹായ് ഫ്രണ്ട്സ്, അപ്പം ഷൈജുവാട്ടിന്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഷൈജുവാട്ടിന് ഒരു 2500 കിലോമീറ്റർ ഓടിയിൽ ആകെ ഒരു നെഗറ്റീവ് പറഞ്ഞത് ഹീറ്റിങ്ങിനൊരു പ്രശ്നമാണ്. അത് സെക്കൻഡ് സർവീസോടെ സോൾവ് ചെയ്യും അല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ.